ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? കുറേ നാളായി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. മക്കളുടെയും ഞങ്ങളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും അവർക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് എഗ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്കവാറും എന്നെപ്പോലെയുള്ള അമ്മമാരും അടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കില്ല ഇത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേർ വരുന്നതിന് കുറച്ചും നേരം മുന്നേ ഉണ്ടാക്കുകയാണെങ്കിൽ ചൂടോടെ അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിതിലേക്ക് സാധാ നമ്മൾ ചോറ് കഴിക്കാൻ ഉപയോഗിക്കുന്ന കുത്തിരി ചോറ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ബസുമതി റൈസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യണേന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർക്ക് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുന്ന പാത്രം. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും നടക്കാറില്ല. മിക്കവാറും തിരക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മുത്തുമണിയും കൂടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അംഗൻവാടി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ സമയങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേനും അവർക്ക് ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ ചെറിയ ഷോർട്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതാ മുത്തുമണിക്ക് ഇപ്പം അടുപ്പിച്ച് പനിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. കൂട്ടൻ്റെ വലിയേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞേട്ടനെ സ്കൂളിൽ വിട്ടിട്ടാണ് പോയത്. വലിയേട്ടനെയും കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്ന് മരുന്നൊക്കെ വാങ്ങിയതിന് ശേഷം വലിയേട്ടനെ സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ രാത്രി ആയപ്പോഴത്തേനും അധികം നാളുകൾ കുറച്ച് വർഷങ്ങളോളമായിട്ട് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കയ്യിൽ വിരളിൽ നഖത്തിൽ മൈലാഞ്ചി ഇട്ടണമെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിച്ച മൈലാഞ്ചി കണ്ടപ്പോൾ വലിയേട്ടൻ അവൾക്ക് ഇട്ട് കൊടുത്താണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ പിന്നെ പോയത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു ഷോട്ട് എടുത്തത്. കാരണം മുത്തുമണിക്ക് പനി നന്നായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തട്ടുകടക്ക് ചായയും പത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ ആളൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇൻഫെക്ഷനൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്കൂളിൽ അങ്ങോട്ട് തുറന്നു പോയി 2 ദിവസം പോയില്ല. അതിനിപ്പുറം തന്നെ പനിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ വിടുന്ന എല്ലാ പേരൻസും ഇങ്ങനെ ഒരു ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ആദ്യം തന്നെ അവർ വിടുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും ജലദോഷവും നല്ല നീർക്കെട്ടും, ചുമയിലോട്ട് പോയില്ലെങ്കിൽ പോലും നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. പിന്നെ നമ്മുടെ ഇത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ വെണ്ടയ്ക്ക. ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ റെസിപ്പിയും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ.